മാർക്ക് ചെയ്ത് തന്നെ തുടങ്ങിയിട്ടുണ്ട്. 30 സെക്കൻഡ് 30 സെക്കൻഡ് ഉള്ളു. അത് ഒരു മിനിറ്റ് നമ്മൾ ഓൾറെഡി സെറ്റ് ആയതല്ലേ, അതുകൊണ്ടായിരിക്കും. അത് ഞാൻ പറഞ്ഞു സൗണ്ട് സ്കിപ്പ് ചെയ്യാൻ പറഞ്ഞു. പുറത്തോട്ട് പോവാ, ഇൻഫോ എടുത്തിട്ട് വരാം. എവിടെ നോക്കട്ടെ. ഒരു വണ്ടി ഇവിടെ ഉണ്ട്. രണ്ട് അവരെങ്ങോട്ടാ പോകുന്നത്? ലെഫ്റ്റാ പോകുന്നത്. ഇപ്പൊ അടിക്കല്. ഇതാ നിനക്കുള്ള പുഷാത്. നിനക്കൊന്നുമല്ല, ഡാൻജിക്ക്. അതാ അവിടെ നിർത്തി. അറ്റാക്ക് ആയില്ലേ? ഇനി അടിക്കാം. അവിടെ സോണില്ലല്ലോ. ഇല്ലല്ല, അവിടെ നിർത്തിയില്ല. അവരങ്ങോട്ടേക്ക് പോയി, ഈ സൈഡിലോട്ട്. എടാ പാർക്കിംഗ്. അത് ഇൻഫോ എടുക്കാൻ വേണ്ടിട്ട്. സോൺ ഔട്ടിന്ന് അടിക്കുക. ഞാൻ നിന്ന് കൊടുക്കാം അടിക്കാനായിട്ട്. വെയിറ്റ്. എന്നെ അടിച്ചിട്ടുണ്ട് സോൺ ഔട്ടിന്ന് വണ്ടിക്കിട്ട്. അടിച്ചില്ല, അപ്പൊ അത് മതി. ഗുഡ് നൈറ്റ്. ടയറും അടിച്ചു പൊട്ടിച്ചിട്ടുണ്ടോ അവന്മാര്? ടയറും അടിച്ചു പൊട്ടിച്ച്. നമ്മള് റിപ്പയർ ചെയ്തിട്ട് വരാം. എല്ലാവർക്കും പോയി ചത്തെടുത്ത വേറെ വഴിയില്ല. ടയർ അടിച്ചു പൊട്ടിച്ചിട്ടുണ്ട്. റിപ്പയർ ചെയ്യാതെ വേറെ വഴിയില്ല. ഞാൻ ഒന്ന് പോയിട്ട് വരുവാണ്. റിപ്പയർ ചെയ്തില്ല. അവര് അവിടെ ഇൻഫോ എടുത്തോണ്ടിരിക്കാം. അറിയണ്ടായല്ലോ. ഫസ്റ്റ് ഇതല്ലേ, ഒരു മൈൻഡിക്ക് വരില്ല അത് പെട്ടെന്ന്. അതൊന്നും കിട്ടില്ല. മണ്ടത്തരൊന്നും കാണിക്കല്ലേ. ഹോക്കി വന്നിട്ട് എക്സ്ട്രാ ആൾറെഡി സോൺ ഔട്ടിന്ന് ഫയർ ചെയ്ത് ടയർ പൊട്ടിച്ചിട്ടുണ്ട്. എടാ ഇത് ഞാനാണ് എന്നെ അടിച്ചില്ലേ? നൈസർ അത്രേ ഉള്ളു. നീ അടിച്ച് നല്ല അടിയാ. കാരണം പിന്നെ അഡ്മിൻ വന്നിട്ട് റീസ്റ്റാർട്ട് ആക്കാൻ വല്ലതും പറഞ്ഞാൽ പിന്നെ വെയിറ്റ് ചെയ്യണം. സത്യം വേണ്ട. ഇവരെല്ലാരും ഇവിടെ 1 2 3 5 വണ്ടി ഇവിടെ ഉണ്ട്. 5 വണ്ടി അവരിവിടെ സ്റ്റക്കായിട്ട്. എടാ ഇത് സംഭവം എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. ഇവന്മാര് സോണിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. സോണ് മാറുന്നതും ആ ഒരു ലൊക്കേഷനിൽ പുഷ് ചെയ്യാനാ. മനസ്സിലായോ? ഞാൻ ഫയർ ചെയ്യണില്ല. വെയിറ്റ് അവരൊക്കെ നോക്കട്ടെ. അത് ഞാനാടാ ഡാൻജി. ഞാൻ നിനക്ക് ഇടിച്ചു തരട്ടെ. നീ അടിക്കോ? ടയർ പൊട്ടിക്കോ? ലിയോയ്ക്ക് തരട്ടെ. ഇവിടെ അവനെ ഞാൻ അടിച്ചുതരാം. ഈ ഗ്യാപ്പിലൊക്കെ കൊണ്ടുവന്നാൽ മതി. അടിക്കാം. ഈ ഗ്യാപ്പിലോട്ട്. സോണോട്ട് പിറ്റിങ്ങോ? എന്ത് കിട്ടി? കിട്ടുവോ? അവിടെ അടിക്കാൻ പറ്റില്ല. ലിയോ സ്റ്റാർട്ട് ഫയർ. ഈ വണ്ടി അടിക്കറ. അടിക്ക്. ഈ വണ്ടി ടയർ. ഓക്കെ നൈസ്. അത്രേ ഉള്ളൂ. ഒരു വണ്ടിയും കൂടെ വരുന്നുണ്ട്. ലിയോ ഇവിടെ അടിച്ചു. അത്രേ ഉള്ളൂ. നൈസ്. എല്ലാ വണ്ടിയും പോയിട്ടുണ്ട്. ഇത് സംഭവം ഒന്നുമില്ല. അവര് സോണിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. അത്രേ ഉള്ളൂ. എടാ സോണ് മാറിയെന്ന് തോന്നുന്നു. ഒന്ന് മാപ്പ് നോക്ക്. മാറിയോ? നിങ്ങൾ നോക്കിക്കോണേ. എനിക്ക് കാണാൻ പറ്റത്തില്ല. നിങ്ങൾ നോക്കിയിട്ടൊന്ന് പറയണേ. ചെറിയ സോണായോണ്ട് തന്നെ പെട്ടെന്ന് മനസ്സിലാവും. അല്ല വെയിറ്റ് ചെയ്ത് ഇറ്റ് മാത്രമുള്ള ഇറ്റ് മാത്രമുള്ള വണ്ടിക്കകത്ത് 10-11 നേരം കാണിച്ച ഇതിനകത്ത് 12 ലെഗസി.
ചോദിച്ചത് അവിടെ രണ്ടുപേരില്ല ഇതിനകത്ത് പക്ഷെ 11 പേരെ കാണിച്ചു അത് ചോദിച്ചത്. ഇത് മറ്റേ എന്താ പറയാ സോണ് അവന്മാര് റിപ്പയർ കിറ്റ് ഒക്കെ എടുത്ത് റിപ്പയർ ചെയ്യാം. ഇത് വാസ്കോടെ ഐഡിയ നാറി പറഞ്ഞതാ. അതവരവിടെ ഉണ്ടാവും. എടാ ഈ സോൺ ചേഞ്ച് ആവാനാകുമ്പോഴേക്കില്ലേ അപ്പോഴേക്ക് റെഡി ആയിരുന്നുള്ള വണ്ടി കയറാം എല്ലാവരും. സോൺ ചേഞ്ച് എത്രാമത്തെ മിനിറ്റിലാണെന്നറിയോ? 12ാമത്തെ മിനിറ്റാണ് തോന്നുന്നത്. 12 8 മിനിറ്റിലല്ലേ മാറുക? മാറും. അടുത്ത സോണ വരും. അവര് നമുക്ക് ഒരു ഞാൻ പറയുന്ന ഒന്ന് കേൾക്കും. നമുക്കിപ്പോ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. അവന്മാര് ആ കേറുന്ന ഇടയിലാണ്. ഇപ്പൊ എത്ര മിനിറ്റ് ആയി? 34 34 ആയോ? എന്നിട്ടും മാറിയില്ലേ? 32 മാറാനുള്ളതാണല്ലോ. സ്റ്റാർട്ടായത് 40 സ്റ്റാർട്ടായത് 40. 32 മാറുണ്ടാവും. 32 മാറും. 32 റെഡി ആയിക്കോണേ. അവന്മാർ ഇപ്പഴും ഡിലേ റിപ്പയർ. ഓക്കെ, നീ ഒന്നുകൂടി ടയർ അടിച്ച് പൊട്ടിക്കാൻ റെഡി ആയിക്കോണേ. അവര് ഗ്രൂസ് അൾട്രോണെ ആ സൈഡ് നോക്കി ടയർ അടിച്ച് പൊട്ടിക്കല. ഗ്രൂപ്പ് സ്ട്രീറ്റ് വരുവാ. ആ സൈഡ് നോക്കി. എടാ മെഗാ പൊട്ടിക്കലേ ഒരു വണ്ടി. ലിയോ ഇവിടെയും കൂടെ നോക്കിക്കോണേ. ഇവിടെ അടുത്ത വണ്ടി ഞാൻ നോക്കുന്നുണ്ട്. നോക്കുന്നുണ്ട്. ഈ ബിൽഡിങ്ങിലൂടെ അൾട്രോണെ അവര് ഇവിടെ ഉണ്ട്. ഞാൻ ഇതുവഴി വന്നാ എനിക്ക് അടി കിട്ടോ? ഏത് വഴി? ഇതുവഴി വന്നാ ആടി കിട്ടും കേട്ടോ. എടാ അവന്മാരെ സോൺ ഔട്ട് അടിച്ച് വെച്ചിട്ട് ത്രോ ചെയ്യാൻ കളിക്കല്ലേ. ചിലപ്പോ അത് POV ബഗ്ഗായിരിക്കും. അവന്മാരെ അവിടെയാണ് 3 വണ്ടി അവിടെ ഉണ്ട്. ആ സൈഡ് ഗ്രൂസ് സ്ട്രീറ്റ് സൈഡ് ഒന്ന് മാർക്ക് ചെയ്തേടാ. അവരെവിടെ ഒന്നുകൂടെ മാർക്ക് ചെയ്തേ. ഇതിന്റെ ബാക്കിലുണ്ട് ഗ്രോസറി ഓണിപ്പോ മാറി ഒന്ന് നോക്കിക്കോണേ. 15 സെക്കൻഡ് കൂടെ ഉള്ളൂ. നിന്നെ കുത്തുവോ? എന്നല്ലടാ ഈ ബിൽഡിംഗ് കണ്ടോ? എടാ അൾട്രോണെ ആ ബിൽഡിംഗ് കയറാൻ സമ്മതിക്കല്ലേ. അതിന്റെ മേലിൽ കയറാൻ സമ്മതിക്കല്ലേ. അൾട്രോണെ മൈക്ക് സമ്മതിക്കരുത്. ആ ബിൽഡിംഗ് അൾട്രോണെ ഇവിടെ ഒരു വണ്ടി പൊട്ടിക്ക് അൾട്രോണെ. ഞാൻ ഇവിടെ വരാം അൾട്രോണെ. ആ നീ ചെല്ല്, സപ്പോർട്ട് ചെയ്യല്. മൈക്ക് അങ്ങോട്ട് ചെല്ല്. അവന്മാരെ അടുപ്പിക്കില്ല. ആ ബിൽഡിംഗ് കയറാൻ സമ്മതിക്കല്ലേ. ഇതിന്റെ താഴെ കുറച്ചും കൂടി കോശത്തേക്ക് ഈ മിനിറ്റ് നോക്കി അടിയിലോട്ട് വീഴാൻ നോക്കണേ. അൾട്രോണെ മൈക്കി നിലത്തോട്ട്. എടാ ഇത് അതാടാ അവര് പ്ലാനാ. എന്ന് വെച്ചാൽ അവര് അവരുടെ ഈ പ്ലാൻ ചെയ്ത് വെച്ചേക്കുക. സോണ് മാറുന്നത് നോക്കി കളിക്കാൻ. അവർക്ക് അവിടെയാണ് സോണെങ്കിൽ അവർക്ക് കിട്ടും. ഈ ഒരു സംഭവമാണ് നമ്മുടെ ഒരു വീക്ക് പോയിന്റ്. വീക്ക് പോയിന്റ് ഒന്നുമില്ല. നമ്മളെ വേറെ വീക്കും. എന്ത് വീക്ക് പോയിന്റ്? അതിന്റെ മോളിൽ കയറല്ലേ? എടാ 4 പേരെ സോണിലുള്ളെന്ന് ഒന്ന് നോക്കിക്കോണേ. അല്ലല്ല ഓറ് വണ്ടി 6 പേര് സോണില്. 2 വണ്ടി ഇവിടെ എന്റെ പിന്നിൽ. ഓക്കെ എടാ അടിച്ചോ. അൾട്രോണെ മൈക്ക് നിങ്ങളുടെ കളിയാ. മെഗാമോളുണ്ടോ? നിങ്ങളാണോ? ഇപ്പൊ മാറ് 32. സോണ് മാറ നോക്കി കളി. സോണിന് വേണ്ടി കളിച്ചോ. ഹോൾഡ് ചെയ്യേ. ഇപ്പൊ അറിയാം. മാറിയില്ലല്ലേ? എടാ ലിയോ മാറിയില്ല. ആ കാണുന്നുണ്ട്. ഓക്കെ അവര് റൊട്ടേറ്റ് ചെയ്യാ. റിപ്പയർ റൊട്ടേറ്റ് ചെയ്യാ. ലിയോ അടിച്ചോണേ. എവിടെ ഫയർ ഫൈറ്റ് അടിക്കുന്നുണ്ട്. സീറോ ആണ് സോണിൽ. എല്ലാം ഇതിറങ്ങി. ലിയോ ടയർ പൊട്ടിക്ക്. ഞാൻ ഇവരെ ഇടിച്ചു തരാവേ. ഫയർ സ്റ്റേഷന്റെ അവിടെ കുത്തിയേ. ലിയോ പൊട്ടിക്കടാ. അടിക്കണം. അത്രേ നമ്മുടെ അടുത്ത് സൗണ്ട് കേൾക്കുന്നുണ്ട്. നോക്കാം. ഇവിടെ കുത്തി. എവിടെ മാർക്ക്. ഓക്കെ കണ്ടു. ബിൽഡിങ്ങിന് മുകളിൽ കയറിയടാ? ഇല്ലല്ലോ. ഇല്ല വണ്ടി ഇല്ല. 3 മിനിറ്റ്. നമുക്കുണ്ട്. എടാ സോണ് വന്നോ? വന്നു. എടാ കോട്ടർ ഹോക്കി ഇറങ്ങ്. കോട്ടർ ഇറങ്ങണ്ട. കോട്ടർ ഇറങ്ങിക്കോ. സോണില്ല. ഇറങ്ങ്. ഡാഞ്ചി ഇറങ്ങ്. അമ്മായി തൃപ്തി അവിടെ കളിച്ചോ. കുഴപ്പമില്ല. ഡാഞ്ചി കോട്ടർ എല്ലാരും ഇറങ്ങിയില്ലേ. മെഗാമോള് കയറി. വേഗം വാ. നിങ്ങൾ കയറി. മെഗാമോള് കയറി. വേഗം. ഹോക്കി എന്റെ ബിൽഡിംഗ്. ഓക്കെ ഇത് നമുക്കുള്ള സോണാണ്. സെറ്റ് സോണാണ്. മൊയിലുവിന്റെ ബിൽഡിങ്ങിലെ ലെഗസിയും കൂടെ വരുന്നുണ്ടേ. ഒരാൾ നിന്നല്ലോ. അടി കിട്ടാണ്ട് വേഗം കയറി. ആണോ? എന്നാ ഇറങ്ങിക്കോ.
വണ്ടി എടുത്തു വേഗം ഇറങ്ങി അടി കിട്ടാണ്ട് നോക്കിക്കോണേ ആ ഒരു സൈഡിൽ വണ്ടി കൊണ്ട് പോയാ തെണ്ടി. എന്നാ ഇപ്പുറത്തെ സൈഡ് ചാടി അമ്മ ഇവിടെ ഞാനുണ്ട് ഇവിടെ ചാട് കേറി പൃഥ്വി വേഗം ഇങ്ങോട്ട് വാടാ ഈ മാർക്ക് വാടാ പൃഥ്വി. അവര് മറ്റേ പാർക്കിംഗ് ബിൽഡിങ്ങിന്റെ ആ സൈഡില് 2 വണ്ടി വേണം. ഇല്ല അവിടുന്ന് പോയിരുന്നു. അവിടെ എത്തിയിട്ടോ മറ്റേ ആ ഡബ്ല്യൂ ബിൽഡിങ്ങിന്റെ അവിടെ എത്തിയേ. മെഗാമോള് സ്ട്രോങ് അല്ലേ മെഗാമോള് സെറ്റാ മെഗാമോള് സെറ്റാ. വീക്ക് പോയിന്റ് ഇല്ല. ഈ സൈഡോ ഇവിടെ അല്ല ആളില്ലേ? ബാക്കിയല്ല കവറാ. അവരിതോ അങ്ങറ്റോ അതോ അവന്മാര് കറങ്ങും അങ്ങ് ഗ്രൂസറിയിലേക്ക് പോവാണ്. അവന്മാര് കറങ്ങി അവന്മാർക്ക് സോങ് കാണുന്നില്ല ഇനി. അവര് പുറത്തുനിന്ന് ഗ്രൂസ് സ്ട്രീറ്റ് പോയിട്ട് അവിടുന്ന് കറങ്ങിപ്പോയി. ഗ്രൂസ് സ്ട്രീറ്റ് അങ്ങോട്ട് പോയി. ഗ്രൂപ്പ് സീറ്റ് വന്നോട്ടെ ഒരു പ്രശ്നം. അവിടുന്ന് കറങ്ങിപ്പോയി. അവിടുന്ന് ഇവിടെ ഷിഫ്റ്റ് ആവുക. നോക്കാം. ഞാൻ ഒന്നുകൂടെ ചോദിക്കുക ലെഗസി നിങ്ങൾക്ക് ഒരിടത്തുനിന്ന് അടി കിട്ടത്തില്ലല്ലോ. ആ സോൺ ഒന്ന് നോക്കി എനിക്ക് ഇങ്ങനെ നോക്കാൻ പറ്റത്തില്ല. ഇല്ല കിട്ടത്തില്ല. സെറ്റല്ലേ? മെഗാമോള് സ്ട്രോങ് അല്ലേ? മെഗാമോളിന്റെ വണ്ടി ഞാൻ ഇടിച്ച് കളയാണ് ഇവിടെ കിടക്കുന്ന വണ്ടി. ആ വണ്ടി വേണ്ട. ആ വണ്ടി അവിടെ ഇട്ട് അവന്മാര് അതിൽ വന്ന് ഇടിച്ചു കയറും. നമുക്ക് അടി വരുന്നുണ്ടേ. അമ്മായിന്റെ ഒക്കെ അവിടെ നിന്ന് അടിക്കണം. അതിപ്പോ കുഴപ്പമില്ല. ഓക്കെ ഡബ്ല്യൂ. എടാ ഞാനൊന്ന് വണ്ടി ചേഞ്ച് ചെയ്യാണേ. ചേഞ്ച് ചെയ്യട്ടെ? ഇവിടെ ഓക്കെ അവിടുന്ന് വന്നോട്ടെ സീനില്ല. എടാ മെഗാമോള് നല്ല ഇവിടെ ആ സോണ് മാറി. അവര് കേട്ടില്ല സോണ് മാറിയേ. ഓക്കെ സെറ്റ്. പൃഥ്വി ഇവിടെ കളിക്കണോ? വേണ്ടല്ലേ? ഇവിടെ നിന്ന് വരാൻ ഞാൻ ലിയോയുടെ സൈഡ് വരുവാണോ? അല്ലല്ല അങ്ങോട്ടൊരു വണ്ടി. അങ്ങനെ ഹിന്മാനെ ഇങ്ങോട്ട് ഈ താഴത്തെ ഇതിലും കൂടി വേണം ഒരാളെ കെട്ടിക്കോ. ഇവിടുത്തെ എന്റെ സൈഡില്. എടാ വേണ്ട ലിയോയുടെ ബിൽഡിങ്ങിൽ അവിടെ കേറുവാണെങ്കിൽ അവര് കേറിക്കോട്ടെ. അവരെന്ത് ചെയ്യാനാ? കേറിട്ട് കാര്യമില്ല അവന്മാർക്ക്. എന്റെ ബാക്കിൽ നിന്ന് തന്നെ കാറോട്ട് പോയിട്ടുണ്ട്. എവിടെ ഒന്നോട് മാർക്ക്. ബാക്കിൽ നമ്മുടെ എന്റെ ബിൽഡിങ്ങിന്. എടാ ഒന്ന് മാർക്ക് ചെയ്യടാ. എവിടെ ഓക്കെ. എടാ മെഗാമോളി കളിക്കുന്ന ഒരാൾ ഇവിടെ വന്ന് കളിച്ചേ. ഈ ഒരു എഡ്ജ് കളിച്ചേ. ഇവിടെ നിന്ന് ഇൻഫോ വേണം. ഇവിടത്തെ ഇൻഫോ വേണം. ഈ നടുക്കത്തെ അവന്മാര് ബ്രെയിൻഡഡ് ആണ് ട്ടോ. നമുക്കിത് ചുമ്മാ കളിക്കാം. അവന്മാര് ബ്രെയിൻഡഡ്. അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പിക്ക് വരും കൊടുക്കല്ലേ? പിക്ക് കൊടുക്കാണ്ട് തന്നെ കളിക്കണേ. ഇതാ എല്ലാവരും ഇവിടെ ഉണ്ട്. 1 2 3 എല്ലാരും ഇവിടെ ഉണ്ട്. എടാ എന്നെ അടിക്കല്ലേ? ഞാൻ അടിക്കുന്നില്ല. പിന്നെ എല്ലാ പൊസിഷനും നോക്കിക്കോട്ടെ. അവന്മാര് ചിലപ്പോ അത് ഡിസ്ട്രാക്ട് ചെയ്ത് എവിടെയെങ്കിലും ഓൺ ഫുട്ട് കയറണ്ടാവും. നോക്കിക്കോളേ. നമ്മള് 10 പേരുള്ളല്ലോ സോണിന്റെ അകത്ത്. ഞാനും വൃത്തിയും വിളിയില്ല. ഓക്കെ കളച്ചിട്ട് നമ്മുടെ താഴെ ഇവിടെ അല്ലേ? തോന്നി എനിക്ക് അവിടെ അവിടെ ആള് വരുന്നുണ്ടോ? അവിടെ കയറി അവിടെ മറ്റേ വാസ്കോന്റെ പ്രാക്ടീസ് ഇല്ലേ? പിന്നീട് താഴെയോ? ഇവിടെ എവിടെ? തോന്നി. ഓക്കെ വീട്ടിൽ ഞാൻ മണ്ടേ കയറാം. എടാ മറ്റേ ഈ സൈഡ് നോക്കണേ. ആള് ഒന്ന് സോണോട്ട് പോയിട്ട് അവന്മാര് ഇവിടെ എന്ത് ചെയ്യുമെന്ന് നോക്കിയേ. ഞാൻ ഇൻഫോ എടുത്തു തരാം. വെയിറ്റ്. എടാ നിങ്ങളാരും അനാവശ്യ പീക്ക് എടുക്കില്ല. ഒരു 1 വേ ഇവിടെ ഇവിടെ കയറുവാടാ. അതാ ഇവിടെ എന്റെ മാർക്ക് ഉണ്ടോ? ബൈഫുട്ട് ആണോ? ഇവിടെ മനസ്സിലായി. അവിടെ കേറട്ടെ. ചുമ്മാ നമുക്ക് അടിക്കാം അവന്മാര് കയറുമ്പോ. വാസ്കോ ഈ ഇത് നോക്കിയാ കേട്ടോ. ഈ ഷീറ്റ് ഇല്ലേ? കാലോട്ടാ മനസ്സിലായി. ആ ഷീറ്റ് അവിടെ അറിയാം. ആ ഷീറ്റൊന്നും എന്റെ മകളിലില്ല. അവന്മാര് വണ്ടി ഇതാക്കുക. കേറാൻ വേണ്ടി വണ്ടി അടുപ്പിച്ചിടുമെന്ന് തോന്നുന്നു. അതെ ഇതൊക്കെ സോണോട്ടാ. എടാ ഇത് നീ ആരാ വെടിവെക്കുന്നേ? ഓക്കെ ഇങ്ങനെ ഇരിക്കാം. അതാകുമ്പോ നമ്മൾ അങ്ങോട്ടൊക്കെ നോക്കിട്ടിരിക്കുന്നത്.
അവിടെ വരെ നിങ്ങൾക്ക് ഈസി അടിച്ചില്ല എവിടെ വാസ്കോടെ ഇവിടെ എന്തായാലും ഫസ്റ്റ് എന്തായാലും സോണി കയറുമ്പോ മറ്റേ പഴയ പണ്ടത്തെ ടി.ആർ.പി സോൺ പോലെ കറക്റ്റ് അവിടെ നിൽക്കാൻ ആ ഇപ്പഴാണ് ഇപ്പൊ കറക്റ്റ് പണ്ടത്തെ പോലെ ആയത്. ഇപ്പോഴാണ് പണ്ടത്തെ ആ അതെ ഞാൻ എന്നാ പൃഥ്വി അവിടെ ആക്കട്ടെ. നിങ്ങള് സപ്പോർട്ട് ചെയ്യോ പൃഥ്വി? അവര് പുഷ് ചെയ്താ സപ്പോർട്ട് ചെയ്യോ? മൂന്നുപേര് ഓർഡർ ഉണ്ടമ്മേ. അവിടെ ഒറ്റക്കാക്കി അവൻ വൾണറബിൾ അല്ലേ, ഇവനെ അടിക്കത്തില്ല. അല്ല അത് ഒന്ന് പാനിക് ആക്കാനാ. ഇവിടെ ആളുണ്ടെന്ന് അറിഞ്ഞ അവന്മാരെ എന്ന് വെച്ചാ പൃഥ്വി ചാവത്തില്ല. പൃഥ്വി അങ്ങ് ചാടിയാ മതി, താഴെ ചാടിയാ മതി. അമ്മമാരെ ടയറില്ലാണ്ട് കളിക്കുന്ന കേട്ടാ 2 വിഷയം. ഇപ്പൊ നമ്മളെ അടുത്ത് നോക്കാറുള്ള അടുത്ത സോണ് ചിലപ്പോ ഇവന്മാര് മറ്റേ ഇങ്ങനെ അടിക്കാൻ വേണ്ടി കളിക്കുമായിരിക്കും. അല്ല അവരത് ഓൾറെഡി ഇതായി കയ്യിൽ നിന്ന് പോയ അവസ്ഥയിലായിരുന്നു നിൽക്കുന്നത്. ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ആരെങ്കിലും ഉണ്ടോ ഈ മാർക്കിൽ? ആരെങ്കിലും ഉണ്ടോ? ഒന്ന് കോള്. ഇല്ല ഇവിടെ അല്ല. ഉറപ്പല്ലേ? ഞാൻ അങ്ങോട്ട് വണ്ടി കൊണ്ട് പോവാ. ബാക്കി ഇവിടെ എന്താ അപ്ഡേറ്റ്? ഇവിടെ ഒരുത്തനുണ്ട്. വണ്ടി പിച്ച് ചെയ്ത് കളയാൻ പറ്റുമോ നോക്കിച്ചു? ഇല്ല അവൻ കേറത്തില്ല. അവർ അടുത്ത സോണ് വെയിറ്റ് ചെയ്യാം. ഞാൻ നമുക്ക് വേണമെങ്കിൽ അടിക്കാൻ പറ്റും. ഇവിടെ ഇറ്റ് കുറച്ച് ഫ്രണ്ടിലോട്ട് എടുക്കരുത്. ഈ ഗ്യാപ്പ് കൊടുന്ന ഞാൻ അടിക്കാം. ആണോ? വെയിറ്റ് കുറച്ചുകൂടി ഓടി. അപ്പൊ വൃത്തി കേറണ്ട അവിടെ. ഇവിടെ ഉണ്ടേ ഈ ബിൽഡിംഗ് റാക്കില്. ഓക്കെ അതൊന്നും സീനില്ല. 2 വണ്ടി ഇവിടെ. ഇനി നമ്മൾ നോക്കാനുള്ള അടുത്ത സോൺ. പക്ഷെ നമുക്ക് പിക്ക് വേണം അവിടെ. ഒരു 1-2 പിക്ക് വേണം. ടയർ പൊട്ടി. പോയി അവനൊക്കെ ടയർ പൊട്ടി. ഇല്ലടാ അവരെല്ലാം ടയറിലാണ്ടോ പോകുന്നത്. ഇത് ലാസ്റ്റത്തെ സോൺ. അവര് നടുക്ക് ഇവിടെ എല്ലാം വന്ന് ഇറങ്ങും, ഒരുമിച്ച് വന്നങ്ങ് ഇറങ്ങും. അപ്പൊ എവിടെയാണ് അവര് കുത്തുന്നത് അപ്പൊ അപ്പുറത്തുള്ളവര് സപ്പോർട്ട് ചെയ്യും. ഒരു 2 പേര് ഇറങ്ങി വരണം. അത് ഞാൻ പറയാം. അങ്ങോട്ടും ഇങ്ങോട്ട് കവർ ചെയ്യാൻ പറ്റും. മെഗാമോളിൽ ബിൽഡിംഗിൽ അവര് മൊത്തത്തില് ഫുള്ള് കൺഫ്യൂസ്ഡ് ആയിട്ടാണ്. എന്താ ചെയ്യേണ്ടത് പോലും ഒരിക്കലും അറിയില്ല. തിരിച്ചു പോകും. അടുത്ത സോണിന് ഇതാണെങ്കിൽ അമ്മരെല്ലാം കൂടി എന്റെ ബിൽഡിങ്ങിന്റെ താഴെ വന്നോ? ഈ സൈഡ് എന്റെ സൈഡ് ഇവിടെ ഡിസ്ട്രക്ട് ചെയ്തേ. രണ്ടാമത്തെ വണ്ടി വരുന്നത് ഈ എഡ്ജിലെ കുത്തട്ടെ. ഇല്ലല്ല സീനില്ല. ലാൻഡ് ഇല്ലല്ലോ. ഇവിടെ ഉണ്ടോ? അവിടെ ഇറങ്ങി. ഒരു വണ്ടി കുത്തിയേ. ഇവിടെ കയറാനുള്ളതിനപ്പം ഇവിടുന്ന് സോണ് മാറിക്കഴിഞ്ഞാൽ ഗ്രൂസറിയുടെ ഒക്കെ പോയി കഴിഞ്ഞാൽ ഉണ്ടാവും. പക്ഷെ ഇതെന്താ വെച്ചാല് ബാക്കിയുള്ള ഒരു സോണ് വരട്ടെ എന്ന് പറഞ്ഞ് വിശ്വസിച്ച് നിൽക്കുന്ന സമയത്ത് സോൺ ഇതേപോലെ വന്നു കഴിഞ്ഞാൽ നല്ല ഡിസഡ്വാൻറ്റേജ് ആവും അവര്. ഇങ്ങോട്ട് താഴത്തേക്ക് ഇറങ്ങോണി പറയണ അല്ലയോ? ഇങ്ങോട്ട് താഴത്ത് ഇറങ്ങോണി പറയണേ. ഞാൻ അതാടാ പറഞ്ഞേ. പൃഥ്വി അവിടെ ഇട്ടിരുന്നെങ്കിലേ ഇവന്മാർ അവിടെ ഞാനതാ ഇവിടെ ഒരുത്തിന് ഇടാൻ പറഞ്ഞതിന്റെ താഴെ. എടാ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ ഒരു വണ്ടി വന്നിട്ടുണ്ട്. ഇവിടെ ഇരിക്കുക 2 പേര് അവിടെ ഇരിക്കുക. അല്ല ഇവിടെ ഒരു വണ്ടി ഒത്തിട്ടുണ്ട്. പിന്നെ കാണുന്നില്ല കേട്ടോ. കള്ളച്ചെണ്ടിന്റെ ആ സൈഡ് മൊത്തം നോക്കിക്കോ. നമ്മളിവിടെ ഇപ്പുറത്ത് നോക്കിക്കോളാം. ആ ഓക്കെ. ഇവർ ഈ വണ്ടിയിൽ കളിച്ചിട്ട് ഒരു കാര്യമില്ല. ഇവര് കുത്തിട്ട് അവർക്ക് ബൈഫൂട്ട് വന്നിട്ടേ കാര്യമുള്ളൂ. ഇവരിങ്ങനെ വണ്ടി ഓടിച്ചിട്ട് എന്താ കാര്യമുള്ളൂ? ഇവർക്ക് വണ്ടി എവിടെയും സൈഡിലാക്കിയിട്ട് ബൈഫൂട്ട് പുഷ് ചെയ്താൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ഏതെങ്കിലും ഒരു സൈഡ് ഫുൾ പുഷ് ചെയ്താൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. കൊട്ട എന്തെങ്കിലും ഓപ്പുണ്ടോ? അങ്ങോട്ട് അവിടെ വൺ വേ അടിക്കാൻ പറ്റത്തില്ലടാ. എനിക്ക് ആംഗിൾ ഇല്ല. അറ്റ്ലീസ്റ്റ് ഒരു നല്ലൊരു ഫൈറ്റെങ്കിലും ഇവര് വന്നിരുന്നെങ്കിൽ നമുക്ക് ഒരു ടർഫ് വെയിറ്റ് ചെയ്തന്നെ നമുക്ക് എന്തെങ്കിലും. ഇങ്ങോട്ട് നോക്കല്ലേ, അങ്ങോട്ടൊക്കെ നോക്കിക്കോളേ. ഒന്നും പറയല്ല. എല്ലാവരും ബേസിക് സംഭവങ്ങളാണ്. അല്ലാണ്ട് വലിയ മാസ്റ്റർ സീക്രട്ട് സാധനങ്ങളല്ലോ. വണ്ടി ചേഞ്ച് ചെയ്യാം. മറ്റേ പൃഥ്വിനെ ലിയോന്റെ ബിൽഡിംഗ് കയറ്റണോ?
പറ്റത്തില്ല ഇനി അടി കിട്ടും. നിങ്ങളെ കളിച്ചപ്പോ ഇത് നടുക്കൂടെ കയറ്റാൻ പറ്റും. ഇവരിങ്ങനെ വണ്ടി ഓടിച്ച് കളിച്ചിരുന്ന കാര്യമുള്ളത് എന്താ പോകും. എന്നാ കേട്ടെ വൃത്തി പറഞ്ഞെങ്കിൽ വാ ഈ സൈഡ്. വൃത്തിക്ക് കയറാൻ അറിയാത് മറ്റേ ഡോർ ലിയോ നിനക്ക് പേടിയുണ്ടോ? നിനക്ക് എന്താ എനിക്ക് പേടിയൊന്നുമില്ല. അവരെ കേറുന്നുണ്ടേ മേടിച്ചിറങ്ങിയിട്ടുണ്ടേ. എനിക്ക് പേടിയൊന്നുമില്ല. ഞാൻ സപ്പോർട്ടിന് വെച്ചു. ഞാൻ ഇറങ്ങി കയറണം. എടാ ഇവിടെ ആരാ വന്നുള്ളൂ? ഇവിടെ 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 വൺ വേ ഇരുത്താം. ഇവിടെ പൃഥ്വി ഇവിടെ അവര് നിന്നെ എടാ ഇവിടെ ആരാ? ഇവിടെ ആരാ? അല്ല 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 നമ്മളാ ഞാനാ അറിയാലോ പ്രാക്ടീസ്. പൃഥ്വിന്റെ ആ ബാക്കിൽ നോക്കി കൊടുത്തു അല്ലേ? ചിലപ്പോ ഓൺപൊട്ടി വല്ലതും കയറുമെന്ന് അവൻ കാണത്തില്ല. എവിടെയാ? അങ്ങോട്ട് പോയി വണ്ടി പാർക്കിങ്ങിന്റെ അങ്ങോട്ട്. ആ അവിടെ ഇട്ടുണ്ട്, അവിടെ ഇട്ടുണ്ട്. ഇവിടെ ഞാനുണ്ട് ഈ നിന്റെ ആ സൈഡ് ഞാൻ നോക്കുന്നുണ്ട്. ആ സൈഡ് സ്ഥലത്ത് ഞാനുണ്ട്. വയലും മറ്റേ പൃഥ്വിയുടെ പുറകെ. പൃഥ്വി ഇപ്പൊ നമ്മുടെ തൊട്ടടി നിൽപ്പുണ്ട്. ലെഗസി ഇവിടെ നോക്ക്. എന്റെ മാർക്ക് നോക്ക്. ഞാൻ കണ്ടു ഇവിടെ ഓക്കെ അടിക്ക്. ഞാൻ അങ്ങോട്ട് പോകണ്ട. ഓക്കെ അത് പോയി. 2 വണ്ടി പോയി. അവന്മാര് പൃഥ്വി അവരിവിടെ കേറുവാണെങ്കിൽ നീ ബാക്ക് വരഞ്ഞോ. നിനക്ക് മെഗാമോളിൽ നിന്ന് കവർ കിട്ടുന്ന രീതിക്ക് നിന്നോണം. ഞാൻ പറയാം. വണ്ടി എടുത്ത് ഏറ്റവും അവിടെ തന്നെ കളിക്കുക. കാരണം എനിക്ക് ആ സൈഡ് ഭയങ്കര ഓപ്പണാണ്. മനസ്സിലായി. അടുത്ത സോൺ എങ്ങോട്ടാ? മെഗാമോളിലുള്ളവർക്ക് സോണില്ലല്ലോ. ഇറങ്ങിക്കോ. ഇവിടെ നമുക്ക് സോണുണ്ട്. ഓക്കെ മെഗാമോള് ഇവിടെ വേഗം വണ്ടിയൊക്കെ എടുത്തിട്ട് നമുക്കൊന്ന് കവറിട്ട് കളിക്കാം. എടാ ഒന്ന് സൈലന്റ് ആവടാ. ഒന്ന് ഇവിടെ വന്നേ. എല്ലാരും ഒന്ന് ഇവിടെ വന്നേ. നിങ്ങള് മേളിൽ നിന്നുള്ള കവർ റെഡിയല്ലേ? നിങ്ങൾ കവർ എടാ പൃഥ്വി ബാക്കിൽ ആള് വന്നിട്ടുണ്ടോ നോക്കാം. ഞാൻ എന്റെ ബിൽഡിംഗ് ഇറങ്ങി. നീ എന്തിനാ ഇറങ്ങി? നിനക്ക് സോണില്ലേ? ലിയോയ്ക്ക് ഇത് മാറും. സോൺ ചേഞ്ച് ഇല്ല. ലിയോ ഇറങ്ങിക്കോ. വണ്ടി കവർ ഇട്ടോ. വണ്ടിയൊക്കെ കവർ ഇട്ടോ. ഇല്ല കാലോണ്ട് ബിൽഡിംഗ് നിൽക്കുന്നവർ എന്റെ ബിൽഡിംഗ് നോക്കണേ. അവർ ചിലപ്പോ ഈ ടൈമിൽ കയറാം. ഇറങ്ങി തോന്നുന്നു. അവിടെ വെള്ളം പോയ ശബ്ദം കേട്ടു. ഇവിടെ ഉണ്ട്. അമ്മായി ഈ ഒരു പൊസിഷൻ സ്ട്രോങ്ങാ. ഈ പൊസിഷൻ സ്ട്രോങ്ങാ. സോണോട്ട് നോക്കി കളിക്കാനാ ഈ ഇവിടെ. മെഗാമാളിന്റെ ബാക്കിൽ ഓക്കെ നോക്കി അടിക്കണം. നോക്കി അടിക്കാം. സോണ് മാറിപ്പോയി. എടാ ഇതാരാ ഇങ്ങോട്ട് ഓടല്ലേടാ? നിങ്ങൾ കില്ലിന് വേണ്ടി പോയല്ലേ? നിങ്ങൾ ഈ ഗ്രൗണ്ട് വിട്ടു കൊടുക്കല്ലേ? എന്റെ മാർക്ക് നോക്കി ഈ ഗ്രൗണ്ട് വിട്ടു കൊടുക്കല്ലേ? മേളിന്ന് സപ്പോർട്ട് ചെയ്യണം. ലെഗസി മേളിന്ന് ഇവിടെ സപ്പോർട്ട് വേണം. അവര് നമ്മളെ കൊണ്ടുവന്ന് കുത്തിയെ സപ്പോർട്ട് ചെയ്യണം. ഞാനിപ്പോ ജസ്റ്റ് ഒന്ന് ലിയോന്റെ ആ ഭാഗം നോക്കിക്കൊണ്ടിരിക്കും. അതെ ഒരാളൊന്ന് ഈ വണ്ടിയുടെ അടുത്ത് വന്നേ. എന്റെ ഈ വണ്ടിയുടെ അടുത്ത് വന്നേ. ഇവിടെ കവർ എടുത്ത് വേണമെങ്കിൽ കളിച്ചു. അവരിതാ ഇവിടെ സോണ വിട്ടിന്ന് കയറും. എന്റെ ഈ വണ്ടി കവറായിട്ട് ഉപയോഗിച്ചോ. എടാ വണ്ടിയുടെ അടുത്ത് വാ. ഈ വണ്ടി കവറായിട്ട് കളിച്ചു. മനസ്സിലായി. അതായത് ഇവിടെ നിന്ന് എടാ വണ്ടി കവർ എടുത്ത് പ്രോപ്പർ ആയിട്ട് അടിച്ചോണേ. സോണിപ്പോ ചേഞ്ച് ആവേ. വണ്ടിയുടെ കവർ എടുത്തോ. നിനക്ക് അടി കിട്ടും. ലിയോ ഇവിടെ ആളുണ്ടോ? ഈ പൊസിഷനിൽ ആളുണ്ടോ? ഇവിടെ ഞാൻ ഈ വണ്ടി എടുക്കട്ടെ. ഇല്ല അവിടെ ആളില്ല. ഫ്രണ്ടിലല്ലോ. കണ്ടില്ല. ആരെയും കാണുന്നില്ല. ഫ്രണ്ടില് മെഗാമാളെ കാണുന്നില്ല. ഇല്ല ആളില്ല. അവിടെ മെഗാമോളിന്റെ മേലൊക്കെ ഇപ്പൊ സോണ് ചേഞ്ച് ആയിട്ടില്ല. നമ്മള് മെഗാമോള് വിട്ടുകൊടുത്തത് അവർക്ക്. അല്ല അമ്മായി ഉണ്ടല്ലോ. അമ്മായി പ്രഷർ കൊടുത്തോ. ഇവിടെ ഉണ്ട്. ഇവിടെ ഓപ്പൺ സോൺ ആയിരിക്കാം മേ ബി. ഓപ്പൺ സോൺ ഇവിടെ കയറി ഡൗട്ട് ഉണ്ടേ. ഒരു ശബ്ദം കേട്ട് നോക്കണം. ഇവിടെ അമ്മായി ഇറങ്ങിക്കോ. ഇങ്ങനെയാണ് തോന്നുന്നല്ലേ? അടിയിൽ വന്നടാ. ലിയോ നമ്മുടെ അടിയിൽ വന്നടാ. നമ്മുടെ അടിയിൽ. ഓപ്പൺ കുഴപ്പമില്ല. അടിച്ചോ. ഇവിടെ നടക്കല്ലേ? അതെ എൻട്രി. എടാ ഇവിടെ ആള് വന്ന അടി കിട്ടും നമുക്ക്. ഇതാടാ അവന്മാര് ബ്രെയിൻഡല്ല. വേറെ ചെയ്യാൻ പറ്റില്ല അവർക്ക്. അവന്മാരൊക്കെ എന്തായാലും ഇവിടെ സ്റ്റെപ്പ് കയറി വേണം. അല്ലാണ്ട് വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അവർക്ക്. അതല്ല നിങ്ങളെ ആ ബിൽഡിങ്ങിന്റെ സൈഡിൽ കൂടെ നമ്മളെ ഇല്ല. ഇല്ലേറ്റു അത് കോണി കയറണം. ഫസ്റ്റത്തത് കയറണം. ഒന്നും ചെയ്യാൻ പറ്റില്ല.
ഇവിടെ നോക്കി ഇതിന്റെ മണ്ടയെ കൂടി കയറി വരും ചിലപ്പോ. ഇവിടെ ഓൺ ഫുട്ട് ആരും ഉണ്ടെന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. ഇവിടെ ഓൺ ഫുട്ട് ഞാൻ നോക്കാം വെയിറ്റ് എടാ ഞാൻ നോക്കി തരാം. ഇവിടെ ഒരു വണ്ടി ഉണ്ട്, ഒരൊറ്റ വണ്ടി ഇവിടെ ഉണ്ട്. അടിച്ചു ആ വണ്ടി അടിച്ചു ഓടിച്ച് അത്രേ ഉള്ളൂ. ഇവരെന്താ ഗണ്ണ് സേവ് കളിക്കുന്നോ? ഈ സൈഡ് തന്നെ നോക്കിക്കണം. ഈ ബിൽഡിങ്ങിന്റെ മേലിൽ കളിക്കുന്ന ആള് അവിടെ തന്നെ നോക്കിക്കണം, അവിടെ നിന്ന് കണ്ണെടുക്കല്. ഈ വണ്ടിയുടെ ബേക്ക് ആളുണ്ടോ? ഒരു കോള് ഇവർക്ക് ഇനി ഒന്നും ചെയ്യൽ കുഴപ്പമില്ല. ആ വണ്ടി നമുക്കൊരു ആ വണ്ടി ഒന്ന് നേരെയാക്കി വിടുവോ? ഒരു സൈഡ് എടാ ഇവർക്കൊന്നും ഇവര് ഗണ്ണ് സേവ് ചെയ്യാൻ വേണ്ടി കളിക്കുന്ന പോലെ കളിക്കുന്നു. ഒരു വണ്ടി നമ്മുടെ അവിടെ നോക്കടാ, ലിയോയുടെ ബിൽഡിങ്ങിന്റെ താഴെ നോക്കടാ. നോക്കട്ടെ ഇവിടെ ഉണ്ട് ഒരു വണ്ടി. അതിന് ഗ്യാപ്പ് പോയിക്കണേ ബിൽഡിംഗ് അവർ ഇറങ്ങിയിട്ടുണ്ടേ. അടിക്കാൻ റെഡി ആയിക്കോ. വണ്ടി പ്രോപ്പറായിട്ട് കവർ ഉപയോഗിച്ചോ. വണ്ടി ഔട്ട് ഓഫ് സോൺ അടിക്കട്ടെ. നമ്മളെ ബാധിക്കുന്ന കാര്യമില്ല. അടിച്ചോട്ടെ. ഫ്രസ്ട്രേറ്റഡ് ആയ ഓവർ. അവിടെ നോക്കണമല്ലേ? നീയൊക്കെ എവിടെ നോക്കി നിൽക്കുന്നേ? ലിയോയുടെ ബിൽഡിങ്ങിന്റെ താഴെ കയറി. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ മാർക്ക് ചെയ്തല്ലോ. ഇവിടെ ഉണ്ട് ഒരു പ്ലസ് സ്റ്റിൽ സോൺ ഔട്ടാണ്. ഇവിടെ ആളുണ്ട്. ഞാൻ പറയുന്നേക്കാം, ഇവിടെ ആളുണ്ട്. നോക്കി കളിക്കാം. അവിടെ നോക്കി കളിക്കും. വിട്ടുകൊടുക്കല്ലേ? കില്ലിന് വേണ്ടി പോയല്ലേ എല്ലാരും കൂടെ? പുഷ് വേണമെങ്കിൽ പുഷ് ചെയ്തോട്ടെ. നീ കവർ കയറിക്കോണം. കില്ലിന് വേണ്ടി അങ്ങനെ സ്വർഗം തീർത്ത കൽബിൽ നീ മുത്തുമാല കോർത്തു വെച്ചതോർക്കുകയും നോക്കണേ. ഇവിടെ ഉണ്ടേ. ഇവിടെ കളിക്കുന്ന ആൾക്ക് അടിക്കാൻ പറ്റും. എന്റെ ആ മാർക്ക് കളിക്കുന്ന ആൾക്ക് അവന്മാര് ഓടി കയറി വന്നാൽ അടിക്കാൻ പറ്റും. നിങ്ങൾ അതിന് റെഡി ആയിട്ട്. ഓക്കെ സെറ്റ്. അപ്പൊ ഈ നിൽക്കുന്ന ആരാ? ഇത് കോട്ടറാണോ? കോട്ടർ നോക്കി കളിക്കണേ. കവർ കയറണേ നീ. മാറിപ്പോയി തേങ്ങ. അല്ലല്ല, സോൺ ഔട്ടാ. ഇവിടെ സോണ 2-3 പേര്. ഇവിടെ ഉണ്ട് ഒരു തന്നെയോ? ഷോപ്പിലോ? പിന്നെ ഇവിടെ ഒരാള് ഓക്കെ സോണിന്റെ അകത്ത് എടുത്തിട്ടുണ്ട്. PRX എടുത്താൽ ഇപ്പോഴും സോണിന്റെ അത് ഷോപ്പായിരിക്കും. ഷോപ്പിന്റെ അകത്താ. എല്ലാരും ഈ സൈഡ് നോക്കരുത്. മെഗാമാളിന്റെ ആ സൈഡ് നോക്കണം. മനസ്സിലായി. ആ സമയത്ത് ഇവിടുന്ന് പുഷ് വരെ നോക്കും. മനസ്സിലായി. ഇവിടുന്ന് നോക്കിയാൽ വൺ വേ എടുക്കേണ്ട ആവശ്യമില്ല, കാരണം അവർക്ക് ഇതില്ല. ഇവിടെ ആരും നോക്കുന്നില്ല. ഇപ്പൊ എന്തായാലും ഇവിടെ ആരും ഇല്ല. ആണെങ്കിൽ ഓടി വന്ന് വണ്ടിയുടെ കവർ എടുത്തോണം. കവർ എടുത്തങ്ങ് അടിക്കണം. വണ്ടിക്കകത്ത് കയറിയോ? നല്ല ലിറ്റടാ. മറ്റേ കോണ്ടറിലുണ്ടോടാ ഷീറ്റില്? അവിടെ അടുത്തുണ്ട്. സ്റ്റിൽ ഇപ്പോഴും ഉണ്ടോ? അതെ കണ്ടല്ലോ. താഴെ മൂട്ടില് വാസ്കോ കടണ്ടോ? ആ ഭിത്തിയുടെ ബാക്കിലുണ്ട്. സോണ മാറുമെന്നൊരു ഡൗട്ട് ഉണ്ട്. എടാ ഇത് വണ്ടി കണ്ടല്ല, വണ്ടിയുടെ അടുത്തുനിന്ന് മാറും. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പോയില്ല. ഞാൻ അവിടെ കോണ്ടറുണ്ട്. ഇവിടെ ഒരു വണ്ടി എന്റെ ഈ മാർക്കില്. മെഗാമോള് ഹോക്കി ഒന്ന് ഇവിടെ കളിച്ചു. ഇവിടെ നോക്കി കളിക്കേ. സത്യത്തിൽ ഷോപ്പിലുള്ള നമ്മള് ഡോണ്ട് സെലിബ്രേറ്റ് ടു ഏർലി എന്ന് പറഞ്ഞിട്ട് നമ്മള് കളി കഴിഞ്ഞിട്ട് നമുക്ക്
വെക്കാം. ഒന്ന് നമുക്ക് പറപ്പിക്കാം. ഇപ്പൊ നമ്മൾ അറിയാണ്ടെങ്ങാനും ഒരാൾ ഇപ്പോൾ ആവേശം മൂത്തിട്ട് നേരെ പെട്ടെന്ന് സോണോട്ടിൽ പോയി അടിച്ചു കഴിഞ്ഞാൽ തീർന്നു. സോ നമ്മള് കളി കഴിഞ്ഞതിന് ശേഷം സെലിബ്രേറ്റ് ചെയ്യാം. സിമ്പിൾ. അതുവരെ നമ്മള് കൊണ്ടടിക്കാരോ ഡയലോഗ് അടിക്കാരൊന്നും നോക്കാം. ഈ സൈഡ് ഫുള്ളാണ് ആ നോക്കിക്കൊള്ളാം. ഇവിടെ ഇവിടുന്ന് ഓൺ ഫുട്ട് കയറും. ഞാൻ ഇപ്പഴും പറയാ, ഈ സ്ഥലത്ത് നിന്ന് ഓൺ ഫുട്ട് കയറും. ഞാൻ കണ്ടായിരുന്നു. ഓക്കെ ഓക്കെ, ഒരു വണ്ടി അവിടെ നിന്ന് വന്നായിരുന്നു. ഓക്കെ ഇവിടെ നിൽക്കുന്നേ. ഓക്കെ ഓക്കെ അവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? അവര് സോൺ ഔട്ടിന് അടിച്ചെന്ന് ഉറപ്പല്ലേ? പോയി ആദ്യമേ പോയത്. എടാ ഇവിടെ തിരിച്ചു വണ്ടി കുത്തി. എടാ ആരും ആവശ്യം മൊത്തം നമ്മള് സോണോട്ട് പോയി അടിക്കരുത്, നോക്കി കളിക്കണം. ഇവർക്കേ ഇപ്പൊ ഡുവർ ഡേ എന്നൊരു ഓപ്ഷനാണ് ഉള്ളത്. ഈ എഡ്ജ് ഒന്നും ഇല്ല. ചിലപ്പോ താഴെ ഇറങ്ങിയിട്ട് വരും. ഇനി സോൺ ചെറുതാവോ എനിക്ക് അറിയത്തില്ല. അവരതിനെ ഇനി 9 മിനിറ്റ് കഴിയണം. കഴിഞ്ഞ് സെറ്റ് സെറ്റ് സെറ്റ്. എന്നാ അവര് വരട്ടെ. അവർക്ക് ഇനി ഡുവർ ഡേ അത് വേറെ. അവര് ചിലപ്പോ സോണിന് ചെറുതാവും വിചാരിച്ചൊക്കെ തോന്നുന്നു. അവരിനി ഒന്നെങ്കിൽ ഒരുത്തനെ എടുക്കണം. ഇതിപ്പോ ഒന്നും നടക്കുന്നില്ല. അങ്ങോട്ടോ ഇങ്ങോട്ട് ആൾറെഡി 2 വണ്ടി കുത്തിയിട്ടുണ്ട്. എന്റെ മുമ്പിൽ 2 ആളുണ്ട്. ബാർബർ ഷോപ്പിന്റെ ലെഫ്റ്റിൽ നേരത്തെ പുഷ് ചെയ്ത് വന്ന് എടുത്ത് 2-3 ആൾക്കാരുണ്ട്. പിന്നെ ലിയോയുടെ എടാ ഇവന് ഇവിടെ ഉള്ള ഇപ്പോഴും ഇല്ല അവിടെ തന്നെ. വാസ്കോ നീ ഒന്ന് അവിടെ അവിടെ പോയിട്ട് ഒന്ന് കൺട്രോൾ എന്തോ ഒരു പ്ലാൻ. അതാ അവരെന്താ ഉദ്ദേശിക്കുന്നേ? കേറാൻ പ്ലാൻ കേറിയാ ചാവും, അത് ഉറപ്പാണ്. 1 2 3 പേരിട്ടൂടെ. 3 പേരല്ലേ ഉള്ളൂ. ഈ ചെറിയൊരു ഗ്യാപ്പ് ഇട്ടൊന്നും അല്ലെങ്കിൽ ടീ ഫയർ വരും ചിലപ്പോ. പിന്നെ സീനാണ് മെഗാമോള്. 2 സൈഡിൽ നിന്നും കൂടെ നമ്മള് സാൻഡ്വിച്ച് ആവേ. ഹോക്കി നോക്കണേ, ഹോക്കിയുടെ കണ്ണ് അവിടെ നിന്ന് എടുക്കല്ലേ. ഒരു വണ്ടി എടുത്തു. ആ കാർ കൂടെ പോണോ? വാസ്കോ അടിക്കരുത്, വാസ്കോ അടിക്കരുത്. താഴെ 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 നമ്മുടെ താഴെ വാസ്കോ, നമ്മുടെ താഴെ വാസ്കോ, നമ്മുടെ താഴെ. ഇവിടെ അമ്മ ഇവിടെ 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 ഡൗൺ ഡൗൺ. കണ്ട് 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 പതിയെടുത്ത് 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 അത്രോളൂ അത്രോളൂ. ട്രെയിൻ ചെയ്യും. വാ 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 ചുമ്മാ ചുമ്മാ സോൺ ഔട്ടിന്ന് അടിക്കില്ല. ഞാൻ ഇപ്പഴേ പറയാം, സോൺ ഔട്ടിന്ന് അടിക്കരുത്. സോണോട്ടി പോയി അടിക്കല്ലേ, പോയി അടിക്കല്ലേ. ഇവിടെ എവിടെ 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 മാർക്ക് മാർക്ക്. ഓക്കെ നൈസ് നൈസ്. ബാർബർ ഷോപ്പിൽ ആരെങ്കിലും ഗസ്റ്റ് ആയിട്ട് നോക്കിട്ട് വരാം. ആരുമില്ല. 8 പേര് ഇപ്പോഴും ബാക്കിയുണ്ട്. ചുമ്മാ അങ്ങ് കളിച്ച് കളയില്ല. എടാ ബാക്കില് ബാക്കില് സോണോട്ടൊന്നും അടിക്കരുത്, നോക്കണം. സോണോട്ടൊന്നും അടിക്കരുത്. സോൺ ഔട്ടിന്ന് അടിക്കരുത്. നമ്മള് സോൺ ഔട്ടിന്ന് അടിക്കരുത്. ഇവിടെ ഇവിടെ കറങ്ങിയൊരു ബാർബർ ഷോപ്പിന്റെ ഫ്രണ്ട്. ഇതിന്റെ ബാക്കിൽ സോൺ നോക്കണം. മാപ്പ് ഓണം കൂടി ഉണ്ട്. ഒരു സോണും കൂടെ ഉണ്ട് കേട്ടാ. ഓപ്പണിലാണ്. കഴിഞ്ഞില്ലേ? കഴിഞ്ഞ നീ സോണോട്ടൊന്നും വെച്ചിട്ടുണ്ടോ? വെറുതെ കയറി നിൽക്കി. വെറുതെ ഇവിടെ ഈ വണ്ടിയൊക്കെ കവർ എടുത്ത് നിൽക്കി. ഒരാളൊന്ന് ഓൾ ഡൗൺ ചോദിച്ചു നോക്കിയ. ഒരാള് ഫ്ലോലെസ് ആണോ? ഫ്ലോലെസ് അല്ലേ? നമ്മുടെ ആരെങ്കിലും ഡൗൺ ആയോ? ഇല്ല ഓക്കെ അത്രേ ഉള്ളൂ. ഒരു ഡാമിയങ്കർ ഇവിടെ കാണിച്ചിട്ട് ഉറങ്ങാം. എടാ ഇനി പിന്ന് കാണോ? എടാ ദൈവം ഇട്ടില്ല ഇപ്പോഴും. നമ്മള് ഇറങ്ങിപ്പോയ പ്രശ്നമാവോ? ദൈവം
ഹോൾഡ് ചെയ്യും ഹോൾഡ് ചെയ്യും ആ നമ്മള് തലമുഖത്തെ പോലെ ആ ചിന്തിച്ചിട്ടില്ല. അല്ല ഇവർക്ക് നമ്മളിപ്പോ പോലും ഞാൻ തല വെച്ചുകൊണ്ടായിരുന്നേ ഈ ലാസ്റ്റ് ഒക്കെ ഇവർക്ക് അറ്റ്ലീസ്റ്റ് ഈ ലാസ്റ്റ് ഉള്ള പുഷ് ഫസ്റ്റ് സോൺ കഴിഞ്ഞാൽ പുഷ് ചെയ്ത് പിന്നെയും എന്തെങ്കിലും ചെയ്യാതെ ഇവർക്ക് അവർക്ക് കേറാൻ പറ്റിയില്ല. അവരെവിടെയൊക്കെ വരുന്ന അവിടെയൊക്കെ നമ്മള് ബ്ലോക്ക് ചെയ്തു. അല്ല അവര് മെയിൻ ആയിട്ട് ഉദ്ദേശിച്ചേ സോൺ ചേഞ്ച് ആകുമ്പോ അവർക്ക് കളിക്കാന്നാ, പക്ഷെ സോൺ ചേഞ്ച് അവർക്ക് രീതിയിലായില്ല. അത് തന്നെ അതെനിക്ക് മനസ്സിലായി. അവന്മാര് വണ്ടി കൊണ്ട് അവിടെ ഹോൾഡ് ചെയ്തിട്ടപ്പോഴേ മനസ്സിലായി ഒരു സോണിന് വേണ്ടി റിപ്പയർ കിറ്റ് ആയിട്ടാ വന്നേ. അതറിയോ വേട്ടാവളിയോ വാസ്കോ ഇതൊന്നും ഫണ്ണല്ലേ? നീ പലതും ഇങ്ങനെ ഇരുന്ന് വിളിച്ചു പറയുന്നുണ്ട്. ടെക്നിക്സ് ഒന്ന് ലീക്ക് ആക്കല്ലേ ഇങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. ഗോഡിന്റെ റെസ്പോണ്ട് ചെയ്യാൻ പറഞ്ഞേ, നമുക്ക് പോകണ്ടേ? അല്ല 4 മിനിറ്റ് നിക്കണമെന്നാ തോന്നുന്നേ. അങ്ങനൊന്നുമില്ല അങ്ങനൊന്നുമില്ല. ഹോൾഡ് ഓൺ ആയി കഴിഞ്ഞാൽ തീർന്നു. ഹോൾഡ് ഓൺ കഴിഞ്ഞാൽ തീരും. അങ്ങനെയാണ്. ഇത് കഴിഞ്ഞിട്ട് സോൺ ഇല്ലാതാവോ എനിക്ക്? ഓ ഇങ്ങനെയൊക്കെ ഉണ്ട്. അടുത്ത സോൺ ചെറുതായില്ലേ? ഇപ്പൊ എന്റെ അല്ലേ വേണ്ട, എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കാൻ അത് വേണ്ട, നമുക്ക് ഇറങ്ങാം. അടിക്കല്ലേ, നിങ്ങളത് ചെയ്യുമെന്ന് എനിക്കറിയാം. അഡ്മിൻസ് ഇറങ്ങിപ്പോയെന്ന് തോന്നുന്നു ചേട്ടാ. നമ്മളെന്തിനാ നിക്കുന്നേ? അല്ല മേ ബി 3 മിനിറ്റ് കഴിയും കൂടി വെയിറ്റ് ചെയ്യാനായിരിക്കും. കഴിഞ്ഞവരെ വെയിറ്റ് ചെയ്യണായിരിക്കും. പിന്നെ വേറൊരു കാര്യം പറയട്ടെ, നമ്മൾ ഈ പുഷ് ലീവ് ചെയ്യുമ്പോ എല്ലാരും ഇറങ്ങി അതല്ല ഇന്നത്തെ ടർഫിലെ കില്ലങ്കരി ആയിട്ട് കുറെ എണ്ണം മറ്റേ ആള് വരുമ്പോ ആ ഒരു സൈഡിലോട്ട് അങ്ങ് ഫോക്കസ് ചെയ്യാന്ന് വെച്ചാൽ മറ്റേ സൈഡ് നോക്കുന്നില്ല. എന്തോ ഒരു ഞാൻ പറയട്ടെ, എനക്കെന്തോ ഒരു ഇതടിച്ചോണ്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങാണ്ട് അവിടെ തന്നെ നിന്നത്. അതുകൊണ്ട് ബാക്കി ഇന്ത്യയിൽ അവന്മാർ എന്റെ മണ്ടയ്ക്ക് അറിയാം. അവര് കേറിയിരുന്നെങ്കിൽ നമ്മളെല്ലാരും ഡൗണാ. ഈ റോഡിൽ എല്ലാരും ചത്തനായിരുന്നു. അത് അമ്മായി അതേപോലെ എനിക്ക് വേറെയും തോന്നിയായിരുന്നു കേട്ടോ. നമ്മള് ഫസ്റ്റ് തന്നെ ഈ ബക്കറ്റ് സോൺ ഉണ്ടല്ലോ, അത് വിട്ട് ഇങ്ങോട്ട് കയറി ബക്കറ്റ് അവന്മാർക്ക് കയറിയാലും അത് ഉണ്മയായിരുന്നു. ഞാൻ പിന്നെ എല്ലാം പറഞ്ഞോട് നമ്മള് പ്രാക്ടീസ് ചെയ്യാൻ പറഞ്ഞേ സോണി ഇറങ്ങി. ഞാൻ തന്നെ വിളിച്ചിറങ്ങി. അത് പുറത്താണ് സോണ് മാറും. ഇറങ്ങട്ടെ എന്നൊക്കെ ഇറങ്ങി ഇറങ്ങി ഇറങ്ങി.